ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതൊരു ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലിയാണ്. അപ്പോൾ നമ്മളിത് നേരെ NS200ലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ NS200ൻ്റെ ഒരു അണ്ടർബെല്ലിയുടെ ഒരു ക്ലാമ്പും കാര്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു ക്ലാമ്പ് ചെയ്തത് ഇങ്ങനൊരു എൽ ക്ലാമ്പ് നമ്മൾ അടിച്ചെടുത്താണ്. ഇതിപ്പോൾ നൈസായിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുക ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കണത്. അപ്പോൾ ഇങ്ങനെ ഒരു എൽ ക്ലാമ്പ് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഫിറ്റിങ് ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫിറ്റിങ് നമ്മൾ ഈ ഒരു ചെറിയൊരു ക്ലാമ്പ് വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഡയറക്റ്റ് എൻജിനിലേക്ക് അണ്ടർബെല്ലി സെറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്ലാമ്പ്, വലിയ തിക്നെസ് ഒന്നുമില്ല, അത്യാവശ്യം ബലവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ലാമ്പാണ്. ഇങ്ങനെ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ക്ലാമ്പാണ്. ഇത് നമ്മൾ സ്റ്റോക്ക് വരുന്ന അണ്ടർബെല്ലിയുടെ ക്ലാമ്പ് കട്ട് ചെയ്തിട്ട് ഇതിലൊരു ചെറിയൊരു ബോൾട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇതെങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്യാമെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു അണ്ടർബെല്ലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാമ്പ് വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാമ്പ് വരുന്നത് ഈ ഒരു ഫിറ്റിങ് നമ്മൾ ബെൻഡ് ചെയ്തിട്ട് അവിടെ വെൽഡിങ് അടിച്ചാണ്. അതുപോലെ തന്നെ ആ ഒരു ഫിറ്റിങ് ഇവിടെയും വരുന്നുണ്ട്. ആ ഒരു സ്റ്റോക്ക് അണ്ടർബെല്ലിയുടെ ആ ഫിറ്റിങ് വരുന്ന എഞ്ചിൻ്റെ മൗണ്ടിങ്ങിലേക്കാണ് ഇട്ടേക്കുന്നത്. അപ്പുറത്തൊരു നെട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ അതുപോലെ തന്നെ അണ്ടർബെല്ലിയുടെ ആ ഒരു സ്റ്റോക്ക് ക്ലാമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലൊരു നെട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ട് പുറമേ ഒരു ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്താണ്. പക്ക ടൈറ്റാണ് കാര്യങ്ങളും, ഇളക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് ക്ലാമ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പണി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.